ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോഴുള്ള ആ ഫീലിങ്സ് എന്തൊക്കെയാണ്, നിങ്ങളോട് എന്തൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള മനസ്സിൽ ഫീൽ ആവുന്നത് എന്നൊക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്. ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു ടൈമിൽ വേരിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ അവരായിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അകൽച്ച പോലെയുള്ള സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അവർക്ക് സ്റ്റാർട്ടിങ് ടൈമിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അറ്റാച്ച്മെൻ്റ് ഒന്നും ഇപ്പോൾ നിങ്ങളോട് ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അൺനോൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി ബ്രേക്കപ്പ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് കുറേ അധികം ലൈഫ് ലെസൺസ് കിട്ടുന്നു. അതായത് അവർ ചെയ്തത് ഒരു ബാഡ് കർമ്മയായിരിക്കാം, ആ ഒരു കർമ്മയുടെ ഫലം അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ സിറ്റുവേഷൻസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. മീൻസ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു പോയതിൻ്റെ ആ ഒരു ഫലം എന്താണോ അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് നെഗറ്റീവായിട്ടുള്ള എഫക്ട്സുകളാണ് കൊണ്ടുവരുന്നത്. അവരെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, അവരുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് എസ്പെഷ്യലി അത് എടുത്തു പറയേണ്ട കാര്യമാണ്. റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മനസ്സിലാക്കാത്തൊരു വ്യക്തി ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെസ്, തീർച്ചയായിട്ടും ആ മിസ്റ്റേക്സ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്, അവരുടെ തെറ്റുകൾ അവർ തിരുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അതായത് അവർക്ക് ഒരുപാട് ബാഡ് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അവർ ചെയ്തത് മിസ്റ്റേക്കാണ്, തെറ്റാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ അധികം ആയിട്ട് വേദനിപ്പിക്കരുതായിരുന്നു, നിങ്ങളോട് ചിലപ്പോൾ തെറ്റായിട്ട് സംസാരിക്കരുതായിരുന്നു എന്നൊക്കെ ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് അത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പാർട്ട് മിസ്സിങ് ആയ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രത്തോളം നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, മിസ് ഫീലിങ്സ് ഉണ്ട്. ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ഈ വ്യക്തിക്ക് ഇത്രയും ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നു, ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല എന്നവർക്ക് അറിയാം. കാരണം അവരും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും അറിയാവുന്ന കാര്യങ്ങളാണിതൊക്കെ. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി തികച്ചും വ്യത്യസ്തമായ രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ്. നിങ്ങൾ എന്താണോ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് അത്രയും തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് തിരിച്ചു നൽകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടായത്. ആ ഒരു റിഫ്ലക്ഷൻ എന്തായിരുന്നു, പ്രണയത്തിൻ്റെ റിഫ്ലക്ഷൻ അവരുടെ ലൈഫിൽ എന്തായിരുന്നു, എത്രയും ബ്രൈറ്റ്നെസ്സിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്, നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് എത്രത്തോളം ഒരു ഡാർക്ക് പാർട്ടാണ് അവരുടെ ലൈഫിൽ കൊണ്ടുവന്നത് എന്നൊക്കെയും ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തിയും തമ്മിലൊന്ന് നമ്മളൊന്നിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ നിങ്ങൾക്കാണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് അവർക്ക് സ്വയം അൺവർത്തി ആയിട്ട് അവരെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം അവരിപ്പോൾ ലൈഫിൽ റീക്രിയേറ്റ് ആയിരുന്നുവെങ്കിൽ, ഒന്നുകൂടി അതൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മൊമെൻറ്റ്സുകൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനേക്കാളും ആ പ്രണയം ഇപ്പോഴും നിലനിൽക്കും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിലനിൽക്കും എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി അവർക്ക് ഇപ്പോഴാണ് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അതായത് ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. നിങ്ങളെ ആ വ്യക്തി ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിൽ, നിങ്ങൾ അത്രത്തോളം റിപ്പീറ്റായിട്ട് ഓർത്തെടുത്ത് വിഷമിക്കുന്ന രീതിയിലുള്ള വേദനകൾ ഈ വ്യക്തി തന്നിട്ടുണ്ട്. അതിലൊക്കെ അവരിപ്പോൾ സ്വയം ഗിൽറ്റ് ചെയ്യുന്ന, സ്വയം പശ്ചാത്തപിക്കുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് യു ഡിഡ്ന്റ് കെയർ. ഓക്കെ, അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് അവരെക്കുറിച്ചും നിങ്ങളും ചിന്തിച്ചിട്ടില്ല, നിങ്ങളും കുറച്ച് നിങ്ങളുടെ ഫീലിങ്സിലേക്ക് മാത്രം പോയി എന്നും അവർ പറയുന്നുണ്ട്. എപ്പോഴും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസിലാണ്, യാതൊരു വിധത്തിലെ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന വേളകളിൽ പോലും നിങ്ങളും അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും സ്വപ്നത്തിൽ ചിലപ്പോൾ അവർ നിങ്ങളെ കാണുന്നുണ്ടാവാം. നിങ്ങളുടെ ആബ്സെൻസിൽ പോലും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അത്രത്തോളം അവർക്ക് ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ചില സ്വഭാവങ്ങൾ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരെടുത്ത് പറയുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത എന്തോ ചില ഹാബിറ്റ്സ് ആ വ്യക്തിക്ക് ഉണ്ടാവാം. അത് ചേഞ്ച് ആക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നവർ പറയുന്നുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. സത്യങ്ങൾ എന്തായാലും എന്നായാലും നിങ്ങൾ അറിയേണ്ടതാണ്. നിങ്ങളോട് അത് വെളിപ്പെടുത്താനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒത്തിരി സീക്രട്സ് ഈ റിലേഷൻഷിപ്പിലുണ്ട്, അവരുടെ ലൈഫിലുണ്ട്, അവർക്കുണ്ട് പേഴ്സണലായിട്ട്. അതൊക്കെ നിങ്ങളോട് പറയണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, യെസ്, സീക്രട്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ആ ഒരു രഹസ്യം അവർക്കിനി നിങ്ങളെ ഒളിച്ച് കീപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞ്, എല്ലാ കാര്യങ്ങളും തെറ്റുകളും ഏറ്റു പറഞ്ഞ് നിങ്ങളോട് ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദ ഫൈനൽ കാർഡ് ഈസ്, ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള അവസരം, സമയമൊക്കെ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സ്പേസ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ്, നോ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ ഒക്കെ അവരുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ലൈഫിനെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായി കൺവേർട്ട് ചെയ്യുക ഒരു പേഴ്സണായിട്ടായിരിക്കും ഇനി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. ഈ ഓവറോൾ റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്. പാസ്റ്റ് ലൈഫിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ഷൻ കാണിക്കുന്നുണ്ട്. സോ ഈ വ്യക്തി ഈ ജന്മത്തിൽ നിങ്ങളെ കണ്ടുമുട്ടേണ്ടതാണ്. അങ്ങനെ ഒരു ഫെയ്റ്റ് ഈ ഒരു സമയത്തുണ്ട്. ഈ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളായതുകൊണ്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരിക്കലും എൻഡായി പോകുന്ന റിലേഷൻഷിപ്പ് അല്ല. പലർക്കും ഇത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.